ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു 2015 സെപ്റ്റംബർ 14. 1916 ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രവചിച്ച ഗുരുത്വതരംഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി രേഖപ്പെടുത്തപ്പെട്ട ദിവസമായിരുന്നു അത്. ആപേക്ഷികതാ സിദ്ധാന്തത്തെ മാത്രമല്ല തമോഗർത്തങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ശരിവയ്ക്കുന്നുണ്ട് ഈ കണ്ടെത്തൽ. 16 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ലധികം ശാസ്ത്രജ്ഞന്മാരുടെ നിരവധി വർഷങ്ങൾ നീണ്ട ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഫലമായാണ് ഗുരുത്വതരംഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ടത്. ഇതിൽ ഒരു പങ്കുവഹിച്ച ഇന്ത്യൻ സംഘത്തിലെ പ്രധാനിയായിരുന്നു ഡോക്ടർ അജിത് പരമേശ്വരൻ. പെരിന്തൽമണ്ണയ്ക്കടുത്ത് മേലാറ്റൂർ സ്വദേശിയായ ഇദ്ദേഹം മണ്ണാർക്കാട് MES കോളേജ്, മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസ് എന്നിവിടങ്ങളിൽ നിന്നും ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ ശേഷം ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ സയൻസസിൽ നിന്നും ഡോക്ടറൽ ബിരുദം കരസ്ഥമാക്കി. ഇപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ സയൻസസിൽ ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രബോധത്തിനൊപ്പം തികഞ്ഞ സാമൂഹ്യബോധം കൂടി പുലർത്തുന്ന ഡോക്ടർ അജിത്തിനോട് ജനാവിഷ്കാര സംവദിക്കുന്നു. സമീപകാലത്തെ ശാസ്ത്രലോകത്തെ ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഗുരുത്വതരംഗങ്ങളുടെ കണ്ടെത്തൽ. മൂന്നാമതും ഗുരുത്വതരംഗങ്ങളെ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നതേ ഉള്ളൂ. ഇതിൽ ഒരു പങ്കുവഹിച്ച ഇന്ത്യൻ സംഘത്തിലെ പ്രധാനിയായിരുന്നല്ലോ താങ്കൾ. എങ്ങനെയാണ് ഗുരുത്വതരംഗങ്ങളുടെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാവുന്നത്? ഈ ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ മോഡേൺ ഫിസിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരശിലകളിൽ ഒന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ പൊതു ആപേക്ഷികത സിദ്ധാന്തം, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഡിക്ഷനാണ്, ഒരു പ്രവചനമാണ് ഈ ഗുരുത്വതരംഗങ്ങളുടെ നിലനിൽപ്പ് എന്നുള്ളത്. ഈ ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്നുള്ളത് അതിന്റെ അടിസ്ഥാനങ്ങളെ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ അടിസ്ഥാനങ്ങളെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൊതു ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഇതുവരെ നേരിട്ട് കണ്ടെത്താത്ത ഒരേ ഒരു പ്രവചനമാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ്, ഗുരുത്വതരംഗങ്ങളുള്ളത്. ഇതിനെ കണ്ടെത്തുക വഴി ഇപ്പോഴും ആധുനിക ഭൗതികത്തിന്റെ, മോഡേൺ ഫിസിക്സിന്റെ ഫൗണ്ടേഷൻസ് വളരെ സ്ട്രോങ് ആണ്, ഇതുവരെ സുഭദ്രമാണ് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ഗുരുത്വതരംഗങ്ങളുടെ കണ്ടെത്തുന്നത്. പക്ഷെ ഇതല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള ആൾമോസ്റ്റ് എല്ലാ അറിവുകളും നമുക്ക് കിട്ടിയിരിക്കുന്നത് പലതരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളിലൂടെയാണ്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസിലൂടെയാണ്. ഇത് ഏറ്റവും പ്രധാനമായും പ്രകാശത്തിന്റെ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെയാണ്. അത് പ്രകാശം എന്നുള്ളത് ദൃശ്യപ്രകാശം മാത്രമല്ല, റേഡിയോ തരംഗങ്ങൾ മുതൽ ഗാമാ-റേ കിരണങ്ങളടക്കമുള്ള വളരെ സുദീർഘമായിട്ടുള്ള ഒരു തരംഗദൈർഘ്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെയാണ് ആസ്ട്രോണമി പ്രധാനമായിട്ടും മുന്നേറിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഭാസമാണ് ഈ ഗുരുത്വതരംഗങ്ങൾ ഉള്ളത്, ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉള്ളത്. ഇത്തരം തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി ഇതുവരെ പ്രകാശത്തിന് ഈ ആസ്ട്രോണമിക്കൽ നിരീക്ഷണങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ലാത്ത പ്രതിഭാസങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഗുരുത്വതരംഗങ്ങളുടെ കണ്ടെത്തൽ തുടക്കമായിരിക്കുന്നത്. ഇതൊരു പുതിയ ജ്യോതിശാസ്ത്ര ശാഖയുടെ തുടക്കമാണ്, ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് ആസ്ട്രോണമി, പ്രപഞ്ചത്തിലേക്കുള്ള ഒരു പുതിയ ജാലകം എന്നൊക്കെ പറയാം. തമോഗർത്തങ്ങളുടെ സാന്നിധ്യം കൂടി തെളിയിക്കപ്പെടുന്നുണ്ട് അല്ലേ ഈ കണ്ടെത്തലോടുകൂടി? അതെ അതെ. അത് ഇതുവരെയും ഈ തമോഗർത്തങ്ങളുടെ സാന്നിധ്യം ഇൻഡയറക്റ്റ് ആയിട്ട്, നേരിട്ടല്ലാത്ത രീതിയിലുള്ള തെളിയിക്കുന്ന പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും ഇതിനു മുമ്പേയും ആസ്ട്രോണമിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തമോഗർത്തങ്ങൾ ഒരു തരത്തിലും പ്രകാശം പുറപ്പെടുവിക്കാത്ത വസ്തുക്കളാണ്. അപ്പൊ ഇതിനെ നേരിട്ട് നിരീക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി ഈ ഗുരുത്വതരംഗങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ള അവ പുറപ്പെടുവിക്കുന്ന ഗുരുത്വതരംഗങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഹോൾസിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഡയറക്റ്റ് ഒബ്സർവേഷനാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായിരുന്നു ലൈഗോയുടെ ഒരു പ്രവർത്തന രീതി? ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നത് സ്പേസ് ടൈമിലെ ഫ്ലക്ച്വേഷൻസ് ആണ്. അത് വളരെ വിചിത്രമായ രീതിയിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഈ ഗുരുത്വതരംഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ ആകൃതിയിൽ വരെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു സാദൃശ്യം നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാക്കുന്നത് ടൈഡൽ ഫോഴ്സസ് എന്നാണ് പറയുക. ഭൂമിയുടെ ആകൃതിയെ മാറ്റുന്നുണ്ട് അത്.
ഗ്രാവിറ്റേഷണൽ വേവ്സും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഭൂമിയുടെ ആകൃതി ഉണ്ടാക്കുന്ന മാറ്റം വളരെ ചെറുതാണ്, വളരെ തീരെ ചെറുതാണ്. ഉദാഹരണത്തിന് ഒരു ആറ്റത്തിന്റെ 1 കോടിയിൽ അംശം ഇത്രയും വലുപ്പമാണ് ഭൂമിയുടെ ആകൃതിയിൽ വരുന്ന മാറ്റം. ഇത്രയും ചെറിയ ഈ ആകൃതിയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു ഡിറ്റക്ട് ചെയ്യാനും രേഖപ്പെടുത്താനുള്ള ഒരു ടെക്നിക്കാണ് ലേസർ ഇന്റർഫെറോമെട്രി എന്ന് പറയുന്നത്. ഇതൊരു വലിയ ഒരു വാസ്തവത്തിലൊരു പഴയ ടെക്നിക്കാണ്. ഒരു നൂറ്റാണ്ടിൽ മുമ്പ് മൈക്കിൾസൺ എന്ന് പറയുന്ന അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കണ്ടെത്തലാണ്. അതെ. പക്ഷെ ഇത്രയും ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്പേസ് ടൈമിന്റെ ജ്യാമിതിയിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ വ്യത്യാസങ്ങളെയാണ് ഇത്തരം ഗ്രാവിറ്റേഷൻ വേവ്സ് ഉണ്ടാക്കുന്നത്. അതിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ വളരെ എന്താ പറയാ മാഗ്നിഫിസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ ചലഞ്ചാണ്. അതാണ് ലൈഗോയെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. എന്തായിരുന്നു അതിന്റെ ഒരു ഘടന? ഗുരുത്വതരംഗങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്പേസ് ടൈമിന്റെ ജോമെട്രിയിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നു. പക്ഷേ ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്നതിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതായത് ഒരു ഡയറക്ഷനെ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും, മറ്റൊരു ഡയറക്ഷനെ കംപ്രസ് ചെയ്യുകയും ചെയ്യും സ്പേസിന്റെ. ഈ ഇന്റർഫെറോമീറ്റർ എന്നുള്ള ഒരു എൽ ഷേപ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ ഒരു ആമിന്റെ ലെങ്ത് കുറച്ച് കൂടുകയും മറ്റേ ആമിന്റെ ലെങ്ത് അതേസമയം തന്നെ കുറച്ച് കുറയുകയും ചെയ്യും. ഈ ഒരു മാറ്റമാണ് ഒരു ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ ദി ആം ലെങ്ത് ഓഫ് ഇന്റർഫെറോമീറ്റർ ആണ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇതിന്റെ മാറ്റം എന്നുള്ളത് എക്സ്ട്രീംലി ചെറുതാണ്. ഒരു ആറ്റത്തിന്റെ വലുപ്പത്തിന്റെ 10 കോടിയിൽ 1 ഈ ഒരു ഇന്റർഫെറോമീറ്ററിന് വരുന്ന മാറ്റം. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മെഷർമെന്റ്സ് നടത്താൻ പറ്റുന്ന ഒരു ഉപകരണങ്ങളാണ് ഈ ലൈഗോ ഇന്റർഫെറോമീറ്റേഴ്സ്. ഇന്ത്യൻ ഘടകം ഇപ്പം താങ്കൾ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ ഘടകത്തിന്റെ പങ്ക് എന്തായിരുന്നു അതില്? ഞാനതിൽ നേതൃത്വം കൊടുത്തിട്ടില്ല. അതില് ഞാനൊരു പങ്കാളിയായിരുന്നു. പക്ഷെ ഇന്ത്യൻ ശാസ്ത്രലോകം ഈ ഒരു മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് കഴിഞ്ഞ ഒരു 30 വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ടെങ്കിലും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗുരുത്വതരംഗങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ഇൻപുട്ട് എന്നുള്ളത് ഏത് തരത്തിലുള്ള സിഗ്നലുകളാണ് അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ തിയറിറ്റിക്കൽ വർക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഉണ്ട്, കഴിഞ്ഞ 30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വളരെ വീക്കായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള ഈ സിഗ്നലുകളെ അതിനടിയിലെ നോയ്സിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡേറ്റ അനാലിസിസ് പ്രോബ്ലമാണ്. ഇതും വളരെ 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 സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. ഇതിലും വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ 30 വർഷങ്ങളായി നടക്കുന്നുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായിട്ട് ഒരു വലിയൊരു ഇന്ത്യൻ കൺസോർഷ്യം ഈ ഒരു ലൈഗോ സയന്റിഫിക് കൊളാബറേഷനിലെ ഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ട പല കോൺട്രിബ്യൂഷൻസും ഈ ലൈഗോ സയന്റിഫിക് കൊളാബറേഷനിൽ ഇന്ത്യൻ സംഘം നടത്തുന്നുണ്ട്. അതിലൊന്ന് ഈ നിരീക്ഷണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തിയറിയെ, സിദ്ധാന്തത്തെ ശരിയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഏറ്റവും എടുത്തു പറയാവുന്ന ഒന്ന്. പിന്നെയും വേറെ കുറെ കൺട്രിബ്യൂഷൻ, ഉദാഹരണത്തിന് നമ്മൾ ഈ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് നിർദ്ധാരണം ചെയ്തുകൊണ്ട് ഇത് 2 തമോഗർത്തങ്ങളുടെ കൊളീഷൻ കൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത്. ഇതൊരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പാരാമീറ്റർ എസ്റ്റിമേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് അത്ര ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ഇത്തരം പാരാമീറ്റർ എസ്റ്റിമേഷൻ പ്രോസസ്സിൽ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരം വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രതിഭാസങ്ങൾ, എനർജറ്റിക് ആയിട്ടുള്ള ഫിനോമിന മറ്റു പലതരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് കൗണ്ടർ പാർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ചില ഫ്ലാഷ് ഓഫ് ലൈറ്റ്, അത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന വലിയൊരു സംഘം ജ്യോതിശാസ്ത്രജ്ഞരുണ്ട്, ആസ്ട്രോണമേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്. അതിലും അത്തരം പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ ടെലിസ്കോപ്പുകൾ ഭാഗമായിരുന്നു. ഇതില് ഇപ്രാവശ്യത്തെ ഗുരുത്വതരംഗങ്ങളുടെ കണ്ടെത്തലിൽ അത്തരം ഇതൊന്നും ഇല്ല എന്നാ കണ്ടെത്തിയിരുന്നത്. അതെ അതെ അതെ. അത് നമ്മുടെ ഇപ്പോഴത്തെ ധാരണ അനുസരിച്ച് ഈ ബൈനറി ബ്ലാക്ക് ഹോളുകൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള പ്രകാശവും പുറപ്പെടുവിക്കുമെന്ന് ഇല്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ധാരണ. പക്ഷെ നമ്മുടെ ധാരണ ഒരുപക്ഷെ തെറ്റായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ധാരണ ശരിയാണോ എന്ന് പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ
അത് ശരിയാണോ എന്ന് പരിശോധിക്കും. പക്ഷേ ഇത്തരം ഫ്ലാഷസ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല പ്രതിഭാസങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് 2 ന്യൂട്രോൺ സ്റ്റാറുകളുടെ കൊളിഷൻ. അത്തരം പ്രതിഭാസങ്ങൾ പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് നമുക്കറിയാം. അത്തരം സിഗ്നലുകളെ കാത്തു നിൽക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും ഫോളോ അപ്പ് ചെയ്യുന്നത്. പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ടല്ലോ, ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലൈഗോയുടെ വേറൊരു രൂപം എന്നുള്ള നിലയ്ക്ക് ലിസ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. എന്താ അതിന്റെ ഒരു എന്താണ്? ഇപ്പൊ നമ്മുടെ പ്രകാശം പല തരംഗദൈർഘ്യങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ റേഡിയോ വേവ്സ് മുതൽ ഗാമാറേ കിരണങ്ങൾ വരെ. അതുപോലെ തന്നെ ഗുരുത്വതരംഗങ്ങളും പല തരംഗദൈർഘ്യങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ, ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ഗുരുത്വതരംഗങ്ങൾക്ക് ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ വലുപ്പത്തിനോട് അത്ര നല്ല വലുപ്പം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ലൈഗോ എന്ന് പറയുന്ന ഒബ്സർവേറ്ററി, അതുപോലെ തന്നെ അതിന്റെ സഹോദര സ്ഥാപനങ്ങളും ഇതിന് വളരെ ചെറിയ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൽ മാത്രമേ സെൻസിറ്റീവ് ആയിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് മൊത്തം വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുപോലെ മറ്റു പല പ്രതിഭാസങ്ങളും, ഉദാഹരണത്തിന് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ കൊളിഷൻ, ഒരു സൂര്യനേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് ഭാരമുള്ള തമോഗർത്തങ്ങൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ വേവ്സ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുന്നത്. അത്തരം പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാൻ ഇപ്പോഴത്തെ ലൈഗോയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഇൻഫാക്ട് അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഉപകരണങ്ങൾക്കും അതിനെ നിരീക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു സ്പേസിൽ ഒരു ലൈഗോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ ലിസ എന്ന പ്രോജക്റ്റ് ഉരുവം കൊള്ളുന്നത്. എന്താണ് ഇൻഡിഗോ? ഇൻഡിഗോ എന്നുള്ളത് ഒരു ഇന്ത്യൻ ഗ്രാവിറ്റേഷണൽ വേവ് സയന്റിസ്റ്റുകളുടെ ഒരു കൺസോർഷ്യമാണ്. അതൊരു ഇന്ത്യൻ ശാസ്ത്ര ചരിത്രത്തിന് വളരെ രസകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള പരീക്ഷണം, ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് എന്ന് പറയാം. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല ശാസ്ത്രരും ഒത്തുകൂടുകയും ഒരു തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയും സഹായമില്ലാതെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ഒരു ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് ഇൻ ഗ്രാവിറ്റേഷണൽ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, ഇൻഡിഗോ. ഈ ഒരു കൂട്ടായ്മയാണ് ഈ ലൈഗോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗ്രാവിറ്റേഷണൽ ഒബ്സർവേറ്ററിയുടെ പ്രോജക്ട് പ്രപ്പോസലിന് ആദ്യമായിട്ട് രൂപം കൊടുക്കുകയും അതിനെ സർക്കാരിന്റെ ഫണ്ടിങ് ഏജൻസികളുടെ പലതലത്തിലേക്ക് ഇതിനെ പുഷ് ചെയ്യുകയും ചെയ്തു. ഇപ്പോ അത് കൂടുതൽ അത് സർക്കാരിന്റെ ഒരു ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടുകയും അതിനെ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ഈ ലൈഗോ ഇന്ത്യ എന്നുള്ള പ്രോജക്റ്റ് ഇന്ത്യയിൽ ഒരു ഗ്രാവിറ്റേഷൻ ഒബ്സർവേറ്ററി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ആണ് അതിനുള്ളത്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലൈഗോ ഒബ്സർവേറ്ററിക്ക്, ഒരു ഇന്റർഫെറോമെട്രിക് ഒബ്സർവേറ്ററിക്ക് ഗ്രാവിറ്റേഷൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒരു ചെവി കൊണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ശബ്ദം ഏത് ഭാഗത്തു നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ 2 ചെവികളിലും വരുന്ന ശബ്ദത്തിനെ കമ്പൈൻ ചെയ്തിട്ടാണ് തലച്ചോറ് അതിന്റെ ഡയറക്ഷൻ ഇൻഫർമേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷൻ സിഗ്നലുകൾ പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് നമുക്ക് അറിയണമെങ്കിൽ ഭൂമിയുടെ പല ഭാഗത്തുള്ള ഗ്രാവിറ്റേഷൻ ഒബ്സർവേറ്ററിയുടെ ഡേറ്റ കമ്പൈൻ ചെയ്യുകയും ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെ ആണ് അതിനെ പോയിന്റ് ചെയ്തത്. നിലവിലുള്ള 2 ലൈഗോ ഒബ്സർവേറ്ററികൾക്ക് തരാൻ പറ്റുന്ന ഒരു ആക്യുറസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇത്തരം ഒബ്സർവേറ്ററികൾ സ്ഥാപിച്ചാലേ കൃത്യമായിട്ട് ആകാശത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഈ തരംഗങ്ങൾ വരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് വളരെ ഒരു ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിലവിലുള്ള ലൈഗോ ഒബ്സർവേറ്ററികളിൽ നിന്നും ഏറ്റവും ദൂരത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അമേരിക്കയുടെ ആൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് ഒരു തേർഡ് അല്ലെങ്കിൽ അടുത്തൊരു ഒബ്സർവേറ്ററി സ്ഥാപിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ. ഇത്തരം ഒരു കാര്യം കൂടി ഇന്ത്യക്ക് കാര്യത്തിൽ ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ ലൈഗോ ഇപ്പൊ ഈ ഗ്രാവിറ്റേഷൻ വേവ് ഫിസിക്സിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻറ്റയർലി ബേസ്ഡ് ഓൺ ഇന്റർനാഷണൽ കൊളാബറേഷൻ. കാരണം കുറച്ച് ഒബ്സർവേറ്ററികൾക്ക് മാത്രം ഇതിന്റെ മൊത്തം സയൻസിനെയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ പല ഭാഗത്തും ഇത്തരം ഒബ്സർവേറ്ററികൾ വേണം. അതുകൊണ്ട് തന്നെ ഈ ഗ്രാവിറ്റേഷൻ വേവ് സയൻസിന് ഒരു ഇന്റർനാഷണൽ കൊളാബറേഷന്റെ ഒരു കൾച്ചർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഇന്ത്യൻ ശാസ്ത്രലോകവും അമേരിക്കയിലെ ലൈഗോവും അതിന്റെ ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് പല ഭാഗത്തുനിന്നുള്ള ജർമ്മനി, ഓസ്ട്രേലിയ, UK
അവരെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഒരു ജോയിന്റ് ആയിട്ട് ഒരു ലൈഗോ ഒബ്സർവേറ്ററി ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിന് രൂപം ചൊല്ലുകയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴത്തേക്കാണ് അത് പൂർത്തിയാവുക? അത് 2024 അതിന്റെ ആദ്യത്തെ ഡേറ്റ ടേക്കിംഗ് റൺ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഗുരുത്വതരംഗങ്ങളുടെ ഗവേഷണ രംഗത്തേക്ക് എത്തിപ്പെടുന്നത്? എന്റെ കാര്യത്തിൽ അതൊരു കുറെ ആകസ്മികതകളുടെ ഒരു ഭാഗമായിട്ടാണ്, കുറെ സീരീസ് ഓഫ് ആക്സിഡന്റ്സ് ആണ്. ഇപ്പോ ഞാൻ ഈ ഒരു എനിക്ക് ഒരു ഫിസിക്സ് ആദ്യമേ വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമാണെങ്കിലും ഇത്ര ഒരു അക്കാഡമിക് കരിയർ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ എത്തുന്നത് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ MSc ചെയ്യുമ്പോഴാണ്. അവിടെ വളരെ വളരെ സജീവമായിട്ടുള്ള ഒരു അക്കാഡമിക് അന്തരീക്ഷം നിലനിരുന്ന ഒരു സ്ഥലമായിരുന്നു MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഇപ്പോൾ തന്നെ എന്റെ സുഹൃത്തുക്കളായിരുന്ന കുറെ MG യൂണിവേഴ്സിറ്റിക്കാര് പല മേഖലകളിലെയും വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഫിഗേഴ്സാണ്. മാധ്യമ രംഗത്താണെങ്കിലും സിനിമയിലാണെങ്കിലും ശാസ്ത്രലോകത്താണെങ്കിലും ഒക്കെ. അവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പോലും അത്ര ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ സ്വാധീനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറെ ഇത്തരമൊരു സാധ്യതകളുടെയൊക്കെ ഒരു പുതിയ ലോകം തുറന്നു കാണുകയും ഒരു അക്കാഡമിക് ഗവേഷണം എന്നുള്ള ഒരു സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസത്തിന് ശേഷമാണ്. ഈ ഗുരുത്വതരംഗങ്ങളിലേക്ക് എത്തുന്നതും അടുത്തൊരു ലെവലിലുള്ള ആകസ്മികതയാണ്. അപ്പൊ എന്റെ 2 അധ്യാപകര് MG യൂണിവേഴ്സിറ്റി 2 പ്രൊഫസർമാർ, പ്രൊഫസർ വിജയഗോവിന്ദനും ഇന്ദുലേഖയാണ് ഒരു സമ്മർ പ്രോജക്ടിന് പൂനെയിലുള്ള ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന സ്ഥാപനത്തിലേക്ക് ഒരു സമ്മർ പ്രോജക്ടിന് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നത്. അത് ഈ ഒരു ഇന്ത്യൻ ഗ്രാവിറ്റേഷണൽ വേവ് റിസർച്ചിലെ ഏറ്റവും പയനിയർ ആയിട്ടുള്ള ഒരു സഞ്ജീവ് ധുരന്ധർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കൂടെയാണ് ഒരു സമ്മർ പ്രോജക്റ്റിലാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ആദ്യം എത്തിപ്പെട്ടത്. അത് പിന്നീട് തുടർന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും അങ്ങനെ ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നുള്ളത്. അതൊരു തരത്തിലുള്ള വലിയൊരു ആകസ്മികതയാണ്. ഈ ഒരു മേഖല വലിയൊരു വിപ്ലവം ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് കുറച്ചു കാലം ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുകയും ആ ഒരു വലിയ വിപ്ലവത്തിന് സാക്ഷിയാകാൻ പറ്റുക എന്നുള്ളത് വളരെ അതൊരു വലിയൊരു ആകസ്മികതയാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു ഭാഗ്യമുണ്ട് അതിൽ. ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് പല വിദേശ രാജ്യങ്ങളിലും അതുപോലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ സയൻസസ് പോലെയുള്ള പ്രശസ്ത സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുറത്തുള്ള ഗവേഷണ സാഹചര്യങ്ങളും ഇന്ത്യയിലെ സാഹചര്യങ്ങളുമായിട്ടുള്ള വ്യത്യാസം? ഇതൊരു നല്ല ചോദ്യമാണ്. ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യൻ ശാസ്ത്ര ലോകത്തിന് ഇപ്പൊ ഒരു വികസിത രാജ്യങ്ങളിലുള്ള അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ പോലെയുള്ള ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റി ആവാൻ സാധ്യതയില്ല പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തന്നെ പുറത്ത് വർക്ക് ചെയ്യുന്ന പല ആളുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. വളരെ നോബൽ സമ്മാന ജേതാക്കളാണ്. ഇതേ ആളുകൾ തന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർക്ക് അവരുടെ പൊട്ടൻഷ്യലിന്റെ മുഴുവൻ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എടുക്കാൻ പറ്റാറില്ല അവർക്ക്. അത് അതിന്റെ ഒരു പ്രധാന കാരണം ഇത്തരം ഒരു കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ കുറവാണെന്നുള്ളത്. ഒരു എന്താ പറയുക, ജിജ്ഞാസയെ എൻകറേജ് ചെയ്യും, അവരുടെ പലതരത്തിലുള്ള പാഷൻസിനെ ഫോളോ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യാനുള്ളത്. അത് ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫൗണ്ടർ ഇക്കാര്യത്തിൽ പറഞ്ഞ എങ്ങനെയാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സംതിങ് ലൈക്ക് ദിസ്: ഹയർ ദ ബെസ്റ്റ് പീപ്പിൾ യു ക്യാൻ ആൻഡ് ദെൻ ലീവ് ദം അലോൺ. നിങ്ങൾക്ക് കണ്ടെത്താവുന്ന ഏറ്റവും മികച്ച ആളുകളെ നിങ്ങൾ ഹയർ ചെയ്യുക, പിന്നീട് ലീവ് ദം അലോൺ, അവരെ അവരുടെ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത്തരം ഒരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമോ അതിനുള്ള സൗകര്യങ്ങളോ ഇന്ത്യയിലെ ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇല്ല. അത്തരം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കുറവാണ്. അതിന്റെ വലിയൊരു കുറവ് ഇന്ത്യയിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനെ പരിഹരിക്കാനുള്ള പല ശ്രമങ്ങളും പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വളരെ നന്നായി വർക്ക് ചെയ്യുന്ന പല സ്ഥാപനങ്ങളുണ്ട്. പഴയ സ്ഥാപനങ്ങൾ, വലിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടക്കമുള്ള വലിയ സ്ഥാപനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നല്ല രീതിയിൽ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ആയിട്ടുള്ള പല ചെറിയ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, ബാംഗ്ലൂരിലെ നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ്,
അക്കാര്യത്തിൽ ഏറ്റവും പുതിയൊരു സ്ഥാപനമാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ സയൻസസ്. ശാസ്ത്രത്തെ മറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഒരു രീതിശാസ്ത്രം, സയന്റിഫിക് മെത്തേഡാണ്. എന്താണ് സയന്റിഫിക് മെത്തേഡിന്റെ ഒരു പ്രത്യേകത? ഇതൊരു രസകരമായ കാര്യമാണ്. ഇപ്പോൾ എന്താ പറയുക, അറിവ് സമ്പാദിക്കാനുള്ള പല രീതികളും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ അറിവ് സമ്പാദിക്കാനുള്ള പല മാർഗങ്ങളും കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ മതങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ലോജിക്ക് അല്ലെ യുക്തി ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പലരും പറയുന്നത് നമ്മുടെ എല്ലാ അറിവുകളും നമ്മുടെ പഴയ പുസ്തകങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ശാസ്ത്രത്തിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു ഹോളി ബുക്സ് ഒന്നുമില്ല. ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു തിയറിയിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഇപ്പോൾ ഒരു ഐൻസ്റ്റൈൻ ഒരു മഹാനാണെന്ന് നമ്മൾ എല്ലാവരും ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായിട്ട് ഐൻസ്റ്റൈനെ വാഴ്ത്തുമ്പോൾ പോലും ഐൻസ്റ്റൈന്റെ തിയറിയോട് നമുക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. ശാസ്ത്രത്തിന് ആകെ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അതിന്റെ മെത്തഡോളജിയിൽ മാത്രമാണ്. ആ മെത്തഡോളജി വർക്ക് ചെയ്യുന്നത് യുക്തിയുടെയും തെളിവിന്റെയും അടിസ്ഥാനമായിട്ട് നമ്മുടെ സിദ്ധാന്തങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ്. അതാണ് സയന്റിഫിക് മെത്തഡോളജിയുടെ ഒരു രീതി. ഇപ്പൊ സയൻസിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ നാച്ചുറൽ വേൾഡിനെ, എന്താ പറയുക, ഫിസിക്കൽ വേൾഡിനെ, ഭൗതിക ലോകത്തെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനതിൻ്റെതായ പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് എത്തിക്സ്, ആത്മീയത, ഇതൊന്നും ശാസ്ത്രം വിശദീകരിക്കാൻ ശ്രമിക്കുന്നേയില്ല. അതെല്ലാം എന്റെ പരിധിക്ക് പുറത്താണ്. പക്ഷേ ഈ ഭൗതിക ലോകത്തെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട ഇൻപുട്സ് ഉണ്ട് അതിൽ. ഒന്ന്, അത് യുക്തിപരമായിരിക്കണം ആ ഒരു സിദ്ധാന്തം എന്നുള്ളത്, അതിന്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. രണ്ട്, ഇറ്റ് ഹാസ് ടു എക്സ്പ്ലെയിൻ ദ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ്. നമ്മുടെ ചുറ്റുമുള്ള നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും വിശദീകരിക്കാൻ പറ്റണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് എവിഡൻസ്. നിങ്ങളുടെ സിദ്ധാന്തത്തിന് എവിഡൻസ് ഉണ്ടോ? നിങ്ങൾ എത്രയോ മഹാനായിരിക്കാം, എത്രയോ ബുദ്ധിമാരായിരിക്കാം, പക്ഷെ നിലവിലുള്ള ഭൗതിക നിരീക്ഷണങ്ങളെയോ പരീക്ഷണങ്ങളെയോ അതിന് വിശദീകരിക്കാൻ പറ്റുന്നെങ്കിൽ ആ സിദ്ധാന്തത്തിന് യാതൊരു സ്ഥാനമില്ല. അതായത് നിരന്തരം തെളിവിനെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന ഒരു. അതെ, അത് മാത്രമല്ല അതിന്റെ സ്വയം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈന്റെ തിയറി നിലവിലുള്ള ഏറ്റവും കൃത്യമായ ഒരു ഗ്രാവിറ്റിയെ പറ്റിയുള്ള ഏറ്റവും കൃത്യമായ വിശദീകരണമാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതിനെ വീണ്ടും വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് മോഡേൺ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്, എന്റർപ്രൈസാണ്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ ഗുരുത്വതരംഗങ്ങളുടെ നിരീക്ഷണം എന്നുള്ളത്. വിദ്യാഭ്യാസ കാലത്ത് ക്യാമ്പസ് രാഷ്ട്രീയവുമായും മറ്റും ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞരുടെ സാമൂഹ്യബോധത്തെ കുറിച്ചൊക്കെ ധാരണയുണ്ടായിരിക്കുമല്ലോ. എന്താണ് ശാസ്ത്രകാരന് സമൂഹത്തോട് ഉണ്ടാകേണ്ട പ്രതിബദ്ധത? ശാസ്ത്രം എന്ന മേഖലയ്ക്ക് പൊതുവായിട്ടും ശാസ്ത്രജ്ഞർക്കും. എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ ശാസ്ത്രത്തിനെ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് യുവർ സയൻസ്, ഇറ്റ് നാച്ചുറലി ഇംപ്ലൈസ് സംതിങ്. നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഇറ്റ് ഹാസ് എ നാച്ചുറൽ കോൺസിക്വൻസ്. ഉദാഹരണത്തിന് ഈ സയൻസിന്റെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പലതരത്തിലുള്ള ഡോഗ്മകളും, അത് റിലീജിയസ് ഡോഗ്മയാണെങ്കിലും പലതരത്തിലുള്ള കൺസർവേറ്റിസം ആണെങ്കിലും, അതിനെ എങ്ങനെയാണ് ഒരേ തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സയൻസിന്റെ ഫണ്ടമെന്റൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ പരിശോധിക്കുകയാണെങ്കിൽ അത് പലതും യുക്തിക്കോ തെളിവുകൾക്കോ നിരക്കുന്നതല്ല. പക്ഷെ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം ഡോഗ്മകൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും വളരെ ദുഃഖകരമായിട്ട് ഇതിൽ ഒരു സ്വാധീനം ഉണ്ട്. അത് ഭീകരമായിട്ടുള്ള സ്വാധീനമുണ്ട്. അതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് എല്ലാ ശാസ്ത്രജ്ഞരുടെയും ഒരു കടമ തന്നെയാണ്. കാരണം essentially it's completely against the basics of science. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ശാസ്ത്രലോകം
ഇപ്പൊ ഇന്ത്യയിലെ ചരിത്രകാരന്മാരെ പോലെ അടക്കം ഇത്തരം ഒരു സോഷ്യൽ ഡിബേറ്റിലേക്ക് ഇറങ്ങി വരാത്തതിന് ചില ചെറിയ കാരണങ്ങളുണ്ട്. അതൊരു കുറച്ച് രസകരമാണ്. ഉദാഹരണത്തിൽ ഈ ഒരു സോഷ്യൽ ഡിബേറ്റിൽ ഇത്തരം സോഷ്യൽ ഡിബേറ്റിൽ ഏറ്റവും ഇറങ്ങുന്ന ഡിസിപ്ലിൻസ് പല രാജ്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം ഒരു സംവാദത്തിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഇറങ്ങുന്നത് ഇന്ത്യയിലെ ചരിത്രകാരന്മാരാണ്. അത് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ അത് എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് സയന്റിസ്റ്റ് ആണ്. ഇതിനൊരു കാരണം ഏത് ശാസ്ത്രശാഖയുടെ കണ്ടെത്തലുകളാണ് ഓരോ തരത്തിലുള്ള ഫണ്ടമെന്റലിസത്തിന് കൗണ്ടർ ചെയ്യുന്നതനുസരിച്ചാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള മതമൗലികവാദത്തിന്റെ ബേസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു പർട്ടിക്കുലർ നറേറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ചരിത്രം എഴുതുക എന്നുള്ളത് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിള്ളലുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ചരിത്രകാരന്മാരാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമാകുന്നത്. ഇതേ രീതിയിൽ ഇപ്പോൾ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫണ്ടമെന്റലിസ്റ്റിനെ ഏറ്റവും പ്രത്യക്ഷത്തിൽ എതിരെ നിൽക്കുന്നത് എവല്യൂഷണറി ബയോളജിയാണ്. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈബിളിന്റെ വളരെ ലിറ്ററലി ആയിട്ടുള്ള ഒരു നരേറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യണ്ടായത് 5000 വർഷം മുമ്പല്ല, 7 ലക്ഷം വർഷങ്ങൾ മുമ്പാണെന്ന് പറയുന്നത് അവരുടെ ഫണ്ടമെന്റലിസത്തിന്റെ അടിസ്ഥാനത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമാകുന്നത് അവിടെ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെ ഇത്തരം പല പബ്ലിക് ഡിസ്കോഴ്സുകളിലും അവിടുത്തെ ബയോളജിസ്റ്റുകൾ വളരെ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലൈമറ്റ് സയന്റിസ്റ്റുകളുടെ കാര്യം. അവിടെ അത് വേറെ തരത്തിലുള്ള ഫണ്ടമെന്റലിസ്റ്റ്, മാർക്കറ്റ് ഫണ്ടമെന്റലിസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള സാധനത്തിനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്ന വലിയ കുറെ തിങ്ക് ടാങ്കുകളും ഭൂരിഭാഗം ഫണ്ട് ചെയ്യുന്നത് വലിയ ഇൻഡസ്ട്രികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സയൻസിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നത് ക്ലൈമറ്റ് സയന്റിസ്റ്റുകൾക്ക് വേണ്ടി വരുവാണ്. ഇത് ഇന്ത്യയിൽ സയന്റിസ്റ്റുകൾക്ക് കാര്യമായിട്ട് വേണ്ടി വരുന്നില്ല. കാരണം ഇന്ത്യയിലെ ഡോമിനന്റ് ഫണ്ടമെന്റലിസത്തിന്റെ അടിസ്ഥാനങ്ങളെയൊന്നും നിലവിൽ ചോദ്യം ചെയ്യാൻ സയൻസ് ശ്രമിക്കുന്നില്ല. കാരണം അത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ഹിസ്റ്ററിയുടെ നറേറ്റീവിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അടുത്ത ലെവലുകളിലേക്ക് ഈ ഫണ്ടമെന്റലിസം കടന്നു പോകുന്നതിന്റെ ചില സൂചനകൾ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇന്ത്യൻ ശാസ്ത്രലോകം അതിനെ നേരിടുന്നുള്ളത് ഒരു കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശാസ്ത്രരംഗത്ത് തന്നെ ഒരുപാട് ഇടപെടലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലം അടുത്തു തുടങ്ങുകയും ചെയ്തു. നിലവിൽ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ രംഗം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതൊരു വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ. അത് ഇതിന്റെ ഒരു മുഴുവൻ ഡിമെൻഷനും ഞാനും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിൽ ഞാൻ കണ്ടത് വെച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റും. അത് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് ഒരു പോളിസി, ഒരു ഫണ്ടിങ് പ്രശ്നത്തിന്റെ ഒരു അടിസ്ഥാന ശാസ്ത്രത്തിന് എത്ര ഫണ്ട് ചെയ്യണം എന്നുള്ളത് ഒരു സർക്കാരിന് തീരുമാനിക്കുന്ന കാര്യമാണ്. അതൊരു പോളിസി ഡിസിഷനാണ്. അത് ഇന്ത്യൻ ഫണ്ടമെന്റൽ സയൻസിന്റെ പൊതുവെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഫണ്ടിങ് കമ്പയർ ചെയ്യുമ്പോൾ വികസിത രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഒരു ഫാക്ടർ ഓഫ് 3 to 4 സ്മോൾ ആണ്. അത് പല രീതിയിലും ഇന്ത്യൻ ഗവേഷണത്തിനെ സ്വാധീനിക്കുന്നുണ്ട്, അതിന്റെ ഇല്ലായ്മ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രശ്നമുണ്ട്. അത് കുറച്ച് സ്വാഭാവികമാണ്. കാരണം എന്താ പറയുക, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്യൂറോക്രസി, റെഡ് ടേപ്പിസം എന്നൊക്കെ പറയുന്ന കാര്യം. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിന്റെ ഹിസ്റ്റോറിക്കൽ റീസൺ എന്നുള്ളത്. കാരണം ഒരു കൊളോണിയൽ ഭരണത്തിലൂടെയോ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണത്തിലൂടെ കടന്നുപോയ പല രാജ്യങ്ങളിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലോ ഈവൻ യൂറോപ്പിൽ പോലും സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ റെഡ് ടേപ്പിസും ബ്യൂറോക്രസിയൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് മാറാതെ വലിയ പുരോഗതികൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതൊരു വളരെ കുറച്ചൊരു കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണ്. ഒരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ ഫണ്ടിങ് ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്ന പല ആളുകളിലും അത്ര ഒരു വിഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവര് രൂപപ്പെടുത്തുന്ന പ്രോഗ്രാംസോ അവരുടെ പ്രയോറിറ്റീസോ ഒന്നും
എന്താ പറയുക, ഒരു ഭാവിയെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ ഫ്യൂച്ചർ ലുക്കിംഗ് ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ചേർന്ന കാര്യങ്ങളല്ല. അവരുടെ അതെല്ലാം അതുകൊണ്ട് തന്നെ അത് താഴേക്ക് പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് താഴേക്കിടയിലുള്ള ഏതെല്ലാം പ്രോജക്റ്റ് ഫണ്ട് ചെയ്യപ്പെടുന്നു, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇതെല്ലാം ഈ ഒരു ടോപ്പ് ആളുകളുടെ ലാക്ക് ഓഫ് വിഷൻ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും അതിന്റെ റിസൾട്ട് സക്സസ്ഫുൾ ആവുകയും ചെയ്യാതെ ഇന്ത്യൻ ശാസ്ത്ര ലോകത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനും പറ്റില്ല. പക്ഷെ അത് എങ്ങനെ മാറും എന്നുള്ളത് കുറച്ചൊരു കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണ്. അത് പതുക്കെ പതുക്കെ മാറുന്നതിന്റെ പല ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, ഒരു കാര്യം, നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓട്ടോണമി ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണത്തിന് US യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലോ യൂണിവേഴ്സിറ്റികൾക്കും കംപ്ലീറ്റ്ലി ഓട്ടോണമി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫണ്ടിങ് ഏജൻസികളടക്കം ഓട്ടോണമസ് ആണെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലടക്കം ധാരാളം റെഡ് ടേപ്പുകളുണ്ട്. അപ്പൊ അവർക്ക് ഫംഗ്ഷൻ ചെയ്യാന്നുള്ളത് ഒരു ദൈനംദിന ഫംഗ്ഷൻ പോലും കുറേയധികം ബ്യൂറോക്രസിയിൽ എന്താ പറയാ മുട്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതിനെ മറികടക്കാനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് സൈൻ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൗലികവാദത്തിന്റെ ശാസ്ത്രത്തിന്റെ മേലുള്ള ഇടപെടൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വളരെ സജീവമാണ്. അത് ശാസ്ത്രരംഗത്തേക്ക് ഇപ്പൊ ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ എത്രത്തോളം വന്നു തുടങ്ങിയിട്ടുണ്ട്? അത് ശരിയാണ്. കാരണം ഇതുവരെ ഈ ഒരു ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റിന്റെ ഐഡിയോളജി മുഴുവൻ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണ്. പക്ഷെ ഇപ്പോ അതിന്റെ കൂടുതൽ അട്രോഷ്യസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഇതിലേക്ക് പിന്നെ എലമെന്റ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇപ്പോ ഗോമൂത്രത്തിന് ഔഷധശുദ്ധി ഉണ്ടോ എന്നുള്ളത്, ഇത് വാസ്തവത്തിൽ ശാസ്ത്രത്തിന് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണമുണ്ട് കണ്ടുപിടിക്കുന്നു, ശാസ്ത്രജ്ഞർ തന്നെ കണ്ടുപിടിക്കുന്നു. അതെ. അല്ലെങ്കിൽ മയിലുകൾ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊന്നും ഒരു അബ്സ്ട്രാക്ട് സാധനമല്ല. യു ക്യാൻ ആക്ച്വലി ഡു ആൻ എക്സ്പെരിമെന്റ് ആൻഡ് ചെക്ക് വെദർ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്. ഇത് ഒരു പരിധിവരെ ഹിസ്റ്ററിയിൽ ശരിയാണ്. ഇപ്പൊ ഒരു പ്രത്യേക ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഒരു സയന്റിഫിക് ഹിസ്റ്ററി എന്നുള്ളത് അതിന്റെ ഉത്തരം എന്താണെന്നത് ഓപ്പൺ എൻഡർ ആണ്. അതിന് ശരിയാണോ ഉത്തരമാണെന്നുള്ളത് ഗവേഷണ നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തരം ഇഫ് യുവർ ഐഡിയോളജി ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, then these people are not happy to take the other as the answer. അല്ല, അതിനാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പൊ അയോധ്യയില് ഒരു രാം ടെമ്പിൾ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു പരിധിവരെ ഗവേഷണത്തിലൂടെ ഉത്തരം കണ്ടെത്താവുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഒരു ഹിസ്റ്ററി എന്നുള്ളത് ഒരു അത്ര ഒബ്ജക്റ്റീവ് സയൻസ് അല്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ ഒബ്ജക്റ്റീവ് ആണ് ഒരു ഫിസിക്സോ ബയോളജിയോ കെമിസ്ട്രിയോ എന്നുള്ളത്. ഇപ്പോ കൂടുതൽ അത്തരം ഒബ്ജക്റ്റീവ് സയൻസിന്റെ ഡൊമൈനിലേക്ക് ഈ മൗലികവാദികളുടെ ക്ലെയിം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തമാശ എന്ന് വെച്ചാൽ ഇത്തരം പല ക്ലെയിമുകളെയും ഫണ്ട് ചെയ്യാൻ വെരിഫൈ ചെയ്യാനുള്ള ഫണ്ടുകൾ വരെ ഇന്ത്യൻ ഫണ്ടിങ് ഏജൻസികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇതിന്റെ ചോദ്യം, ഇതിനെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കണ്ണിലൂടെ കൃത്യമായിട്ടുള്ള വിശകലനത്തിലൂടെ ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം ചോദിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആൻസറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശമെന്ന് സംശയിക്കപ്പെടേണ്ടി വരുന്നു. കാരണം ഈ പല ക്ലെയിംസിനെയും ആൾറെഡി വളരെ ബേസിക് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസോ എക്സ്പെരിമെന്റോ കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഫണ്ടിങ് കാര്യത്തിലേക്ക് കൊടുക്കണമെന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ വെരി വൈസ് ഡിസിഷൻ ഫ്രം ദ ഫണ്ടിങ് ഏജൻസീസ്. പഠനകാലത്തൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്കൊക്കെ ശാസ്ത്രാവബോധം വളർത്തുന്നതിലുള്ള ഒരു പങ്ക് എന്താണ്? വലിയ പങ്കുണ്ടല്ലോ, സംശയമൊന്നുമില്ല. ഇക്കാര്യത്തില് കേരളത്തിന്റെ ഒരു പൊതു സാമൂഹ്യ പരിസരത്തിനെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നതിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ വലിയൊരു സ്വാധീനമുണ്ട്. കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്വാധീനമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ. അത് പല രീതിയിലാണല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണല്ലേ, ഒരു മിക്കവാറും ഒരു രാജ്യങ്ങളിലും ഒരു പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ശാസ്ത്രബോധത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത്
ഒരു വലിയ ചോദ്യമാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒക്കെ. അതിനെ വലിയ രീതിയിൽ സപ്ലിമെന്റ് ചെയ്തിരുന്ന ഒരു വലിയൊരു മുന്നേറ്റമായിരുന്നു സാഹിത്യശാസ്ത്ര പരിഷത്ത്. അത് 10-25 വർഷം മുമ്പ് മുതൽ തന്നെ ഈ ഒരു പരിഷത്ത് മുന്നോട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മുടെ പാഠ്യക്രമത്തിന്റെ ഭാഗമാവുകയും അത് കുറച്ചുകൂടി മെയിൻ സ്ട്രീമിലേക്ക് എത്തുകയും ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, പല ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള പല മുദ്രാവാക്യങ്ങളും പല ഇഷ്യൂസിനെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പരിഷത്ത് എത്ര കാലം മുമ്പ് ചെയ്തിരുന്ന. ഉദാഹരണത്തിന് പൊല്യൂഷൻ, അല്ലെങ്കിൽ കീടനാശിനികൾ, വിഷം, ഇതെല്ലാം ഒരു 80-കളിലോ 90-കളിലോ ഇവ 2000-ന്റെ ആദ്യകാലങ്ങളിൽ വരെ ഇതെല്ലാം കുറച്ച് താടി വെച്ച ജുബയിട്ട കുറച്ച് ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമായിട്ടാണ് മൊത്തം നമ്മുടെ സമൂഹം കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതെല്ലാം അത് ഹിറ്റ് ചെയ്യുമ്പോഴാണ് സമൂഹം അത് എത്ര പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ മാലിന്യം എന്നുള്ളത്. ഇപ്പൊ അതെല്ലാം ഒരു മെയിൻ സ്ട്രീം ഇഷ്യൂ. അപ്പൊ നമ്മുടെ സിനിമാ താരങ്ങളടക്കം ഏറ്റുപിടിക്കുന്ന ഏറ്റവും സെൻട്രൽ ഇഷ്യൂസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിഷത്ത് എത്ര കാലം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന അത് കുറച്ച് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിഷത്ത് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ 10-20 വർഷം മുമ്പ് തന്നെ മെയിൻ സ്ട്രീം ശേഷത്തിന് മെയിൻ സ്ട്രീം ഇഷ്യൂസായി മാറുകയും സിനിമാ താരങ്ങളെ ഏറ്റുപിടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇങ്ങനൊരു അത്രയും വലിയൊരു വിഷൻ കൊണ്ടു നടക്കാനും അത് വലിയൊരു വിഭാഗം സമൂഹത്തിലേക്ക് എത്തിക്കാനും കഴിയുന്നുള്ളത് വലിയൊരു കാര്യമാണ്. പണ്ട് തൊട്ടേ വായനയിലും എഴുത്തിലും താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. അപ്പൊ എന്താണ് സയൻസിന് പുറത്തുള്ള മറ്റു വായനകൾ? ഞാൻ ആക്ച്വലി പണ്ട് സയൻസ് ഒട്ടും വായിച്ചിരുന്നില്ല. പണ്ട് ഞാൻ അധികം വായിച്ചിരുന്നത് ഫിക്ഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ റഷ്യൻ ക്ലാസിക്കുകളുടെ ഒരു വലിയൊരു ആരാധകനാണ്. ഡസ്റ്റോയെവ്സ്കി, ഗോർക്കി, ചെക്കോവ് പറയുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ കാലം കുറച്ചുകൂടി ജോലിയും അല്ലെങ്കിൽ പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രരംഗം എന്ന് പറയുന്നത്, ശാസ്ത്ര ഗവേഷണ രംഗം എന്നൊക്കെ പറയുന്നത് ഒരു കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ രംഗത്ത് എത്തുന്നവരോട് എന്താണ്, എത്താൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇതൊരു ശരിയായ കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഈ ശാസ്ത്രജ്ഞരിൽ വളരെ കുറച്ച് ആളുകളെ മാത്രമേ നമ്മൾ അറിയുള്ളൂ. വളരെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ജീനിയസുകളെ മാത്രമേ നമുക്കറിയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഐൻസ്റ്റൈൻ ഒരു ഉദാഹരണം. പക്ഷേ ശാസ്ത്രം എന്ന വലിയൊരു എന്റർപ്രൈസ് ആണ്. അതിൽ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു യഥാർത്ഥ ലൈഫ് എന്താണെന്നുള്ളത് ഒട്ടും അത്ര ഇൻട്രസ്റ്റിംഗും അല്ലാത്ത പൊതുകളൊക്കെ. അത് ഇപ്പൊ ഈ ഗുരുത്വങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ വെബറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇത് തെളിയിക്കപ്പെടുന്നത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അത്തരം ധാരാളം തിരിച്ചടികൾ കൂടി എല്ലാ മേഖലകളെ പോലെ വലിയ പ്രതീക്ഷകളും നിരാശകളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് ശാസ്ത്രലോകം. അത് വലിയ ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ വളരെ ഉദാഹരണമാണ് വെബറിന്റെ കാര്യത്തിൽ. അത് പക്ഷെ ചെറിയ മനുഷ്യ നിലയിൽ തന്നെ മറ്റുള്ള പല മേഖലകളെയും അപേക്ഷിച്ച് എന്താണ് ശാസ്ത്രജ്ഞനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിലൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് എഴുത്തുകാരെയോ കലാകാരന്മാരെയോ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ ഒരു സാമ്യമുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ഒരു ജിജ്ഞാസയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രൂത്തിനെ പറ്റിയുള്ള അന്വേഷണമൊക്കെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരു അത്ര എളുപ്പമുള്ള ജീവിതം ആയിരിക്കില്ല. പിന്നെ മാഡം ക്യൂറിയുടെ കാലം തൊട്ടിട്ട് കേൾക്കുന്ന ഒന്നാണ് ശാസ്ത്രരംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ഒരു വിവേചനം എന്നുള്ളത്. ആധുനിക ശാസ്ത്രരംഗത്ത് സ്ത്രീ ഇത്തരം വിവേചനങ്ങൾ നേരിടുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അതെ, എല്ലാ മേഖലകളെയും പോലെ ശാസ്ത്രരംഗത്തും വിവേചനങ്ങൾ ധാരാളമുണ്ട്. അത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുണ്ട്, ക്ലാസ് ബേസ്ഡ് ആയിട്ടുണ്ട്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റഡീസും നടന്നിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഒരു സ്റ്റഡി വന്നത് ഒരേ തരത്തിലുള്ള CV റെസ്യൂമെ രണ്ടു തരത്തിലുള്ള ജെൻഡർ പേര് മാറ്റി ആണും പെണ്ണുമായിട്ട് ഒരു സെറ്റപ്പ് ആളുകൾക്ക് കൊടുത്തിട്ട് ഇതിൽ ആരാണ് ബെറ്റർ സയന്റിസ്റ്റ് എന്ന് ജഡ്ജ് ചെയ്യാൻ
ആളുകൾ നോക്കി വെറുതെ പേരും ജെൻഡറും മാറ്റിക്കൊണ്ട് മാത്രം അവരുടെ സ്റ്റാറ്റസ് സിഗ്നിഫിക്കൻ്റ്ലി കൂടി എന്നുള്ള പല അങ്ങനത്തെ സ്റ്റഡീസ് ഒക്കെ ഇഷ്ടം പറയുന്നുണ്ട്. അത് ഇപ്പൊ ഉദാഹരണത്തിന് ശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അനുഭവം നോക്കി കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. അത് മറ്റുള്ള എല്ലാ മേഖലകളെയും പോലെ തന്നെ. എസ്പെഷ്യലി സയൻസ് ഇസ് മച്ച് മോർ ഡിമാൻഡിങ് അറ്റ്ലീസ്റ്റ് മോഡേൺ സയൻസ്. അത് ഒരു വലിയ ലോങ് പീരീഡ് ഓഫ് എന്താ പറയാ അപ്രന്റീസ്ഷിപ്പിലൂടെ കടന്നു പോയാലാണ് ഒരു ഫാക്കൽറ്റി പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്ഥിരം ജോലി എന്നുള്ളതിലേക്ക് എത്തുന്നത്. ഇത് ഈ തരത്തിൽ കടന്നു പോകുന്നതിൽ പല സമയങ്ങളിലും സ്ത്രീകൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതിൽ ഡ്രോപ്പ് റേറ്റ് വളരെ കൂടുതൽ. അതിന്റെ ഒരു സാങ്കേതിക അറിയാ കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അതിനെ പതുക്കെയെങ്കിലും ശാസ്ത്രലോകം അഡ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ പല സംഘടനകളും ശാസ്ത്രജ്ഞരുടെ സംഘടനകളും ഈ ഒരു ജെൻഡർ ഇഷ്യൂസ് സെൽസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജെൻഡർ ബയാസ് കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്യും. പല രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് സ്ത്രീകൾ ഈ ഒരു സ്ട്രീമിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനുള്ള പല കാര്യങ്ങളും വളരെ ലളിതമായിട്ടുള്ള രീതിയിലും അഡ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശാസ്ത്രലോകം അക്കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗം എങ്കിലും അക്കാര്യത്തിൽ ബോധവാന്മാരോ ബോധവതികളുമാണ്. ചില ചെറിയ സ്റ്റെപ്പുകളെങ്കിലും നടക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴും അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്.